മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലേക്ക്. കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച കലയപുരം ആശ്രയ സങ്കേതിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് MPയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. CPM-ൽ നിന്നും അകന്നു കഴിയുന്ന ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കോൺഗ്രസ് വേദിയിലേക്ക് എത്തുന്നത്. കലയപുരം ആശ്രയ സങ്കേതത്തിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണമാണ് ഐഷ പോറ്റി നിർവഹിക്കുക. കൊടിക്കുന്നിൽ സുരേഷ് MPയാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ലോക്കൽ ചാനലിൽ വന്ന റിപ്പോർട്ടാണ്. പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തു. കൊട്ടാരക്കരയിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ ആയിഷ പോറ്റി, നമുക്കറിയാട്ടോ 2 പോറ്റിമാരുണ്ട്. ഈ 2 പോറ്റിമാരും ഇപ്പോൾ സംസാര വിഷയമാണ്. ഒന്ന് നമ്മുടെ ശബരിമല വിഷയത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇത് ആയിഷ പോറ്റി CPM-ന്റെ MLA ആയിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നുള്ള MLA ആയിരുന്നു. അവർ കഴിഞ്ഞ തവണ സീറ്റ് കിട്ടാത്തത് കൊണ്ട് CPM-മായി പിണങ്ങി ഏതാണ്ട് കോൺഗ്രസിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ട് കുറച്ച് മാസങ്ങളായി. 6 മാസങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു വിശേഷമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അങ്ങനെ സതീശൻ പറഞ്ഞ പടയോട്ടം ആരംഭിച്ചു. ഇപ്പൊ 2ാമത്തെ പോറ്റിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരായുധമായിരിക്കുന്നു. ഇനി 2 പോറ്റികളും ചീറ്റിപ്പോകുമോ എന്നുള്ളത് നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ആ വരവ് കൂടെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഐഷ പോറ്റിയെ ആരും മറന്നിട്ടില്ല. മുൻ കൊട്ടാരക്കര MLA ആണ്. CPM-ന്റെ MLA ആയി കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ കോൺഗ്രസ് വേദിയിൽ ഐഷ പോറ്റി ലോക് ഭവന് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പരിപാടിയിൽ ഐഷ പോറ്റി പങ്കെടുക്കുന്നു എന്നുള്ള സാഹചര്യം കേരളത്തിൽ ഒരുങ്ങുന്നു. കോൺഗ്രസ് ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരവേദിയിലാണ് CPM-ന്റെ MLA ആയിരുന്ന ഐഷ പോറ്റി പങ്കെടുക്കുന്നത്. ഐഷ പോറ്റിക്ക് വലിയ സ്വീകരണമാണ് കോൺഗ്രസ് നേതാക്കൾ നൽകിയത്. കോൺഗ്രസിന്റെ അണികള് അവരുടെ ഇപ്പോഴുള്ള നേതാക്കൾക്ക് പോലും ഇത്രയധികം ജയ് വിളിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഐഷ പോറ്റിക്ക് ജയ്, ഐഷ പോറ്റിക്ക് ജയ് എന്ന് പറഞ്ഞ് ആർത്തട്ടഹസിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പോറ്റിമാരൊരു ഐശ്വര്യമാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഐശ്വര്യമായിരുന്നു. പോറ്റിയെ കയറ്റിയതാരപ്പ, സ്വർണം കെട്ടതാരപ്പ, അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, തദ്ദേശം അങ്ങ് പൊക്കി. അപ്പോൾ ഇപ്പോൾ വന്നത് പുതിയൊരു പോറ്റിയാണ് ആയിഷ പോറ്റി. അത് കൊട്ടാരക്കരയിൽ നിന്നാണ്. അങ്ങനെ 2ാമത്തെ പോറ്റിയും വന്നു. അപ്പോൾ അത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പടയോട്ടത്തിനുള്ള ഊർജമായിട്ട് അതാ റെഡിയായിരിക്കുന്നു. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ പോറ്റിയെ കൊണ്ട് പൊക്കും, കൊട്ടാരക്കരയെങ്കിലും പൊക്കും എന്ന് UDF തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ സതീശൻ കട എന്നും പറഞ്ഞ് പടയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു. പിണറായി വിജയനും സംഘവും കടന്ന് വിറച്ചു തുടങ്ങി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭയങ്കര കൊഴിഞ്ഞു പോക്കാണ്. തവണ എന്തായാലും ഭരണം കിട്ടില്ല എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു എന്നാണ് സതീശൻ പറയുന്നത്. കുറേ പേര് BJP-യിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ റെജി ലൂക്കാസ് ഒണ്ണൻ പോയിട്ട് BJP പോയി ചേർന്ന് ആ കാവിഷാൾ അണിഞ്ഞു. ഇനി ഇടുക്കിയിൽ ഒരു മഹാൻ പഴയ ഒരു MLA ഉണ്ട്, അതിൽ റെഡിയായിരിക്കുകയാണ് അത്രേ. മെമ്പർഷിപ്പ് വാങ്ങിക്കുക, ഷാൾ അണിയുക, അത്രേ ബാക്കിയുള്ളൂ. ഇപ്പോൾ പോറ്റിയും പോയി. അപ്പോൾ ഒരു 3 ആൾ പോയി കഴിഞ്ഞു. അത് പക്ഷെ സതീശൻ നോട്ടിട്ടതാണോ എന്നറിയില്ല ബാക്കി 2 പേരെ. പക്ഷെ അവരെ BJP പൊക്കിക്കൊണ്ടുപോകുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും പോറ്റി വീണ് കിട്ടി. പോറ്റി 6 മാസം മുമ്പ് തന്നെ കോൺഗ്രസ്സിൽ ഏതാണ്ട് ലയിച്ച മാതിരിയായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇപ്പം ഇന്ന് യഥാർത്ഥത്തിൽ അത് പരിപൂർണമായിരിക്കുന്നു. എന്താണ് ആ ത്രിവർണ്ണ ഷാളെ കണിഞ്ഞ് ആ പോറ്റിയുടെ ഒരു ഇരിപ്പ് കണ്ടാൽ തന്നെ അങ്ങ് കോൾമേർ കൊണ്ടുപോകും. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇനി വെല്ലുവിളികളുടെ നാളാണ്. എത്ര പേരെല്ലാം കൊഴിഞ്ഞു പോകുമോ എന്തോ. ഇപ്പോൾ നമ്മൾ കണ്ടത് CPM എന്നുള്ള ചില വ്യക്തികളുള്ള കൊഴിഞ്ഞു പോക്കാണ്. ഇനി ഇടതുപക്ഷ മുന്നണിയിൽ ആട്ടപ്പട്ടലും ചില പാർട്ടികൾ തന്നെ മറുകണ്ഠം ചാടാനുള്ള ചർച്ചകൾ പിന്നണിയിൽ ആരംഭിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ സാറും LDF ഒക്കെ സ്വപ്നം കാണുന്ന പിണറായി 3.0 സ്വാഹ എന്നായിരിക്കുമെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. എന്താകുമോ എന്തോ. അങ്ങനെ UDF-ന് അധികാരം കിട്ടുകയാണെങ്കിൽ ഒരു 5-6 മുഖ്യമന്ത്രി കുപ്പായങ്ങളൊക്കെ തയ്ച്ച് റെഡിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് വരിക, ആ കുപ്പായങ്ങളൊക്കെ അണിയുക, ചലോ തിരുവനന്തപുരം യാത്രയാകുക. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പൊരിഞ്ഞടിയുടെ ഒരു 5 വർഷം കാണാനുള്ള യോഗം ഉണ്ടാവും. എന്താണ് വരാൻ പോകുന്നതെന്നറിയില്ല.
എന്നാണ് രാഷ്ട്രീയ ജ്യോത്സ്യന്മാർക്ക് പോലും പറയാൻ പറ്റാത്ത വിധം വല്ലാത്ത അനിശ്ചിതത്വം കൊണ്ടത്രേ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന്. ഇനി സതീശൻ എന്ന പടക്കുതിരയെ പിടിച്ചു കെട്ടാനുള്ള വല്ല മാന്ത്രിക വിദ്യയും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുണ്ടോ എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. അത് വരുന്ന ആളുകളിൽ ചിലപ്പോൾ പുറത്തു വരും എന്നും ഒരു സൂചന കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ടിനും വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.